കർത്താവേ, നിന്റെ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭക്തരുതായി മരിച്ചു കരുണമേ. നല്ലോർമ്മ നിന്റെ മഹത്വമുദീ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മാതാവിശുദ്ധന്മാർ എന്നിവർ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സകജമതായി മൃദുരചിതക്കാരുണ്യത്താൽ മാർത്തൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനായി വിമലത ശുചിയ നിവയുള്ള മഹിമാവിയലും ദൈവജനത്രികന്യകയാം മറിയാമീന ഏകമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശിഹ നിജമൃതിയാലിവർത്തൻ മൃതിയമേദിച്ച് നിഘനിച്ചോനെ അപരിപാവന തൃത്വൈക സ്വപിതാവോടൊപ്പം ജീവനും ഋക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണോ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ,
നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോൻ. ഭൂവിലശേഷം ദൈവത്താ പ്രേരിതരായ സ്ലീഹന്മാർക്കോ ജാതികളിൽ പൂതലസീമയതോളം നല്ലേവെങ്കിലോ കൈക്കൊള്ളുകയും ഭാഗ്യമിതം അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് ഹബീബായി ബാറയ്ക്കുമോർ. സ്ലീഹയുടെ സ്തുതിയും നമ്മുടെ മേറ്റന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 1 പത്രോസ് 3:8-16 വരെയുള്ള വാക്യം. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യാദ്യവും സഹതാപവും സാഹോര്യ പ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പീൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അന്വേഷിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ജീവൻ അനുഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുവാൻ ദോഷം ചെയ്യാത്ത തൻ്റെ നാവിനെയും വ്യാജം പറയാത്ത തൻ്റെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടയക്കുന്നു, ഗുണം ചെയ്യുന്നു, സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലവുമായിരിക്കുന്നു. ഹബീബായി ബാറയ്ക്കുമോ. പൗലോസ്ലീഹ ധന്യം ചൊൽ കേട്ടേ നീ ദൈവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ അറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോൻ ധന്യൻ. പരിശുദ്ധ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായി ബാറയ്ക്കുമോർ. സ്തുതിയും നമ്മുടെ മേൽത്തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. റോമർ 12-1 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്ത് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കാതെന്നും ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തിയൊന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് തക്കവണ്ണം
വെവ്വേറെ ഉള്ളതുകൊണ്ട് പ്രവചനം എങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പോണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരുടെ കൂടെ കരയുകയും ചെയ്യുവീൻ. ആഹായി ബാറയ്ക്കുമോ. നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മുൻപിൽ. നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയോടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരായി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് ഏവങ്കേലിയോസായി എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും നമ്മുടെ രക്ഷയ്ക്കായി സ്തുതികളും നാം എല്ലാവരുടെ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ ഈശോമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ തന്നെ ഞങ്ങൾ പറയുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യേശു തമ്പുരാൻ ശാബത്തിൽ ഒരു സംഘാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ 18 വത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ നിൽക്കുന്ന കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു തമ്പുരാൻ അവളെ കണ്ടിട്ട് വിളിച്ച്, സ്ത്രീയെ, നീ നിന്റെ രോഗത്തിൽ നിന്ന് വിമുക്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ തൻ്റെ കൈവച്ചു. ഉടനെ അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. എന്നാൽ യേശു തമ്പുരാൻ ശാബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് സംഘാലയ പ്രമാണി കോപിച്ച് പുരുഷാരത്തോട് ഇങ്ങനെ പറഞ്ഞു, വേല ചെയ്യുന്നതിന് 6 ദിവസമുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് സുഖം പ്രാപിപ്പീൻ, ശാബത്തിൽ പാടില്ല. അപ്പോൾ യേശു തമ്പുരാൻ അവനോട് ഇപ്രകാരം പറഞ്ഞു, കപടഭക്ത, നിങ്ങളിൽ ഓരോരുത്തരും ശാബത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കൊടുക്കുന്നില്ലയോ? അബ്രഹാമിൻ്റെ സന്തതിയും ആകൽക്കറുസായാൽ 18 വത്സരമായി ബന്ധിതയായിരുന്നുളുമായി ഇവളെ ഈ ശാബത്ത് ദിവസം ഈ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടുന്നത് ന്യായമല്ലയോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിരോധികളെല്ലാം ലജ്ജിച്ചു. ജനമെല്ലാം അവൻ്റെ മേൽ നടകൊണ്ടിരുന്ന സകല അത്ഭുതങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 296.
ആദാമവശത പൂണ്ടപ്പോൾ രക്ഷിപ്പാനായി ലേവ്യ പുരോഹിത നിബിയന്മാരാരും ചെന്നില്ല. നിബിയനാഥൻ വന്നെഴുന്നേൽപ്പിച്ചു മുറിവുകൾ കേട്ടി തിരുമൈ രക്തങ്ങൾ ദാനം ചെയ്തിട്ടവനെ താതനർപ്പിച്ചു. കൃപയാൽ എന്നെ പാലിച്ചു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഏവം ഘോഷിച്ച സൗമൻകാല കുറിയേലായിസോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിശുദ്ധ കന്യക പ്രസവിക്കുകയും ചെറിയ ബേദലഹേം ബഹുമാനിക്കുകയും വെടിപ്പുള്ള മാമോദീസ വാഞ്ചിക്കുകയും പരസ്യമായി ഗോൽഗുഥ ആഘോഷിക്കുകയും വെണ്മയുള്ള ആചാരിത്വം ശുശ്രൂഷിക്കുകയും സകല ജാതികളും ശുദ്ധീകരണം പ്രാപിക്കുകയും വിശ്വാസമുള്ള സഭ സ്വീകരിക്കുകയും ചെയ്ത പരിശുദ്ധനും വിശുദ്ധതകൾ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവിന് സ്തുതി. ഇതാ നിന്റെ ആട്ടിൻകൂട്ടത്തിന് മുഴുവനും വേണ്ടി സഭയുടെ ഉള്ളിൽ വെച്ച് നിന്റെ തിരുശരീര രക്തങ്ങൾ വിഭജിക്കപ്പെട്ട് സകല ജാതികൾക്കും അവ നൽകപ്പെടുന്നു. നിന്റെ കൃപയാൽ ജീവനുള്ളവരെയും വാങ്ങിപ്പോയവരെയും ആനന്ദിപ്പിക്കുവാൻ മതിയാകുകയും ചെയ്യുന്നു. ദൈവീകമായ ഈ സ്തോത്രബലിയർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസ്സോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും ഈ സുഗന്ധധൂപത്തോടൊപ്പം സമർപ്പിക്കുന്നു. ഓശോ വബുക്കൂല സുബാൻ ബാരക്കുമോർ. അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യം സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാര്യൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. അസ്യോനോഹോക്കിൽ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനെ ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണവേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ.
അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പരിമഞ്ഞ് തെളിക്കണമേ. കർത്താവും മൗത്തത്തിന് നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവുള്ളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ സ്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ഭൗമിക കന്യ അത്ഭുതമാം വിധം പ്രസവിക്കുകയും ബേദലഹേം ഓഫർത്ത സന്തോഷപൂർവം ബഹുമാനിക്കുകയും യോർദാൻ നദി ആനന്ദപൂർവം വാഞ്ചിക്കുകയും കുരിശുമരത്തിന്മേൽ ഗോൽഗുഥ ആഘോഷിക്കുകയും സൃഷ്ടികളുടെ ജീവനും രക്ഷയ്ക്ക് വേണ്ടി സ്വമനസാല ബലിയായി തീരുകയും തൻ്റെ ബലി മൂലം സകല ജാതികൾക്കും പാപപരിഹാരം നൽകുകയും തൻ്റെ മരണത്താൽ സകല കുടുംബങ്ങളെയും വംശങ്ങളെയും ജീവിപ്പിക്കുകയും ചെയ്ത സ്വർഗീയ കുഞ്ഞാടായ കർത്താവേ, ധാരാളമായ നിന്റെ മനുഷ്യ സ്നേഹത്താലും അവർണ്ണനീയമായ നിന്റെ കൃപയാലും നിന്നെ പ്രസവിച്ച അമ്മയായ അനുഗ്രഹീതയും പരിശുദ്ധയുമായ ദൈവമാതാവാവുന്ന മറിയാമിൻ്റെയും ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും പിതാക്കന്മാരുടെയും ശ്രദ്ധേയവും സ്വീകാര്യോഗ്യവുമായ പ്രാർത്ഥനകളാലും വിശ്വാസമുള്ള നിന്റെ സഭയ്ക്ക് പാപപരിഹാരം നൽകണമേ. വിവേകമുള്ള നിന്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ. അനാഥരായ നിന്റെ ആടുകളെ കാത്തുകൊള്ളണമേ. ആചാരിത്വ നൽവരമുള്ള നിന്റെ അവകാശത്തെ ശുദ്ധീകരിക്കണമേ. സൃഷ്ടിയിൽ നിന്റെ ശാന്തി വസിപ്പിക്കണമേ. ഭൂതലത്തിൽ നിന്റെ സമാധാനം വാഴുമാറാകണമേ. രോഗികളെ നീ സന്ദർശിച്ച് സൗഖ്യം നൽകണമേ. ക്ലേശിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. അടിമത്തത്തിലിരിക്കുന്നവർക്ക് വിടുതലും മോചനവും ബന്ദികൾക്ക് സ്വാതന്ത്ര്യവും വിശ്വാസികളായി വാങ്ങിപ്പോർക്ക് നല്ല ഓർമ്മയും ആശ്വാസവും സന്തോഷവും ആനന്ദവും നീ നൽകണമേ. ഈ ആചാരത്തെ ശുശ്രൂഷ വിശ്വാസപൂർവം നീ ഭരമേൽപ്പിച്ചിട്ടുള്ള പാപിയായ എനിക്ക് യഥാർത്ഥ ആചാര്യന്മാർക്ക് ഉചിതമായ നടപടികൾ നൽകണമേ. ഞാൻ അയോഗ്യനായിരിക്കെ കൃപാപൂർവം നീ എനിക്ക് ഭരമേൽപ്പിച്ചു തന്നിരിക്കുന്ന താലന്തിനെ നിന്റെ പ്രചോദനത്താൽ എന്നിൽ കൂടി ആഭരിച്ചുകൊള്ളണമേ. വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവന വിചാരകന്മാരോടുകൂടെ നിന്റെ കരുണയാൽ നിന്നിൽ നിന്നുള്ള നല്ല പ്രതിഫലത്തിന് ഞാൻ യോഗ്യനായി തീരണമേ. എന്തെന്നാൽ നീ ഉത്തമനും ദാനങ്ങളിൽ സമൃദ്ധിയുള്ളവനും നിന്റെ നൽവരങ്ങളിൽ അളവില്ലാത്തവനും ആകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ.
കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ. താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധി മാത്രമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളാവുന്ന വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും മനസ്സലിവ് തോന്നി പാപിയായ ഈ നിന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രേയുന്നോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകം പിതാവും ജനിച്ചവനും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തെ പിതാവിനോട് സമത്തുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിക്കാൻ വേണ്ടി തിരുവനന്തപുരം വിശുദ്ധമായ ദൈവമാതാവായി ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മതത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെയും ഈ കുർബാന കർത്താവ് കൈക്കൊള്ളുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവനും വിശുദ്ധിയുള്ള റുഹായിലും കാതോലികവുമായ ഏകവിശ്വാസിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജയനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കുന്ന ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. ഉന്നത പദവി ലേറിയതാ ഇന്നിപ്പോൾ
ആര്യൻ അനുഭവിച്ചിടും നോർക്കായി അനുഷ്ഠിക്കുന്നീ കുർബാന. പ്രിയരേ, ഏതു കരുണയുടെയും അലിവിൻ്റെയും സമയം താൻ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ. ദുരസർസവിദസരുമായി തമ്മിൽ നിരക്കും സമയം താൻ. അതിനാൽ സോദരരെ വരുവിൻ, ഒരു പോൽ കരുണയിര കൃപ ചെയ്തിടണമേ, നാദാ കൃപ ചെയ്യുക കനിവാൽ. നാദാവോത്തരമരുളി ചെയ്ത് അടിയാരോടു കൃപ ചെയ്യണമേ. നല്ലവനെ ഞങ്ങളുടെ ബലഹീനതയോട് തരമരുളണമേ. നാമെല്ലാവരും ഒത്തൊരുമി ചട്ടകസി ചുര ചെയ്യണം. പ്രിയരേ, ഏതു കരുണയുടെയും അലിവിൻ്റെയും സമയം താൻ സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ. ബാറയ്ക്കുമോർ സോമൻ കാലോ വലിയവനും അനാദ്യന്തനുമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാവുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും അവൻ്റെ അടുത്തവനെ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നീ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്നേഹിക്കണമെന്നോ സ്നേഹം വാണിടണമെങ്ങളിലെന്നും സ്തുതി ദൈവത്തിനുയരത്തിൽ ഭൂതലമെങ്ങും നൽശാന്തി മാനവരിടയിൽ സംപ്രീതി. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായ സമാധാന ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ
തലകുനിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായി നിന്റെ വലത്തെ ആവസിപ്പിച്ച് ആശീർവദിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കോല സുബാൻ ലൗന്മേ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ഭോഷത്വങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മീയ ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ലൗന്മേ. ബാറിക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയെ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിനുടവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തനായുമാകുന്നു. മാലാഖമാരും ഋഷേമാലാഖമാരും ക്രോബേന്മാരും സ്രോപ്പേന്മാരും മോറാവോസേന്മാരുമായ അദൃശ്യരും അസംഖ്യരുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായ്കളോടും അവർണ്ണനീയമായ ശബ്ദത്തോടും കൂടി വിജയസ്തുതികൾ പാടിപ്പോഴ്ത്തുന്നവനെ നമുക്കും മൗത്തപ്പെടുത്താം. മെസാക്കിൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ യോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു. സ്നേഹം മൂലം നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തപ്പെടുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ വിശുദ്ധങ്ങളായ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. വക്സോ
മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട്, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീനത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായേദൽ വോലം ഉൽബി. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറേ ഉക്കാദേ. തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട്, കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനു വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനം ചെയ്യുവീനെന്ന് അരുളി ചെയ്തു. വൽഹായേദൽ വോലം ഉൽബി. ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ വരവ് വരെ എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊള്ളുവേൻ എന്ന് താൻ അവരോട് മുൻകൂട്ടി കൽപ്പിച്ചു. ദാമോ ദിസോനേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, പാപികളും കുറ്റക്കാരും നിന്റെ ദാസരുമാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയമായ നിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്നും പശ്ചാത്താപപൂർവ്വം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളെല്ലാവരുടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരവരുള്ളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി. ഉത്തമനേ, ദൈവതോന്നി ഞങ്ങളിൽ കരുണ ചൊരിയണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുശരീരമായി പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ
തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരോടുണ്ട് ഉള്ള കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻലവന്മേ. ആമേൻ. ബറയ്ക്കുമോർ ഇന്ന് ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന് 4 ഭാഗങ്ങളിലുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിവാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ മാതൃകേസന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബോന്മാർ ബെസേലിയോസിനു വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരനാമോന്മാർ തിമോത്തിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അബുക്കൂല സുബാൻലവന്മേ. മോർ സർവശുദ്ധതയുമായ കർത്താവേ, പലവിധമായ കഠിനപരിശ്രമങ്ങളകപ്പെട്ട് നിന്നെ ആശ്രയിക്കുന്നതിനെ രക്ഷിക്കും വേണ്ടിയും വേഗത്തിൽ നീ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ നാരികരും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ഭേദമായ ഞങ്ങൾ ഓരോരുത്തരും മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങൾ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വാസമുള്ള മക്കളായ വിശ്വാസിയായ എല്ലാവർക്കും അന്യോന്യമയ്ക്കും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഖത്തിനുള്ളവരെ തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രന്മാരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അബുക്കൂല സുബാൻലവന്മേ. ബാറയ്ക്കുമോർ 4 ഭാഗത്തുമുള്ള ദൈവത്തിൻ്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച് വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സമൂഹവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുമുമ്പാകെ നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻലവന്മേ. പാറയ്ക്കുമോർ ഭൂമിയിലെ സ്ഥലവംശം നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹപ്പെട്ടുള്ള നിത്യകന്യയും ഭാഗ്യവതിയുമായ ദൈവമാതായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധമായ നീപ്യന്മാരെയും പ്രസംഗക്കാരെ സ്ത്രീയന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹതയന്മാരെയും പൗന്യാന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനൻ മുന്നോട്ടക്കാരനുമായ മാർ യുഹാനോൻ മംദാനായും സെമ്മാശന്മാരിൽ പ്രധാനിയും സഹദേരിൽ മുമ്പനുമായ പരിശുദ്ധനും മാത്തോളനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തനവന്മാരായ
ഉന്നതപ്പെട്ട മാർ പത്രൂസിനെയും മാർ പൗലൂസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലിഹായെയും ശേഷം ചില ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോട് ഒരുമിച്ചിട്ടുള്ള അവകാശത്തിനും മോഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ബാരിക്കുമോർ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാർ സ്ഥലത്ത് ശുദ്ധതയോട് മുൻപോട്ട് നിത്ത് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും കൊസ്തിനോപ്പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായി പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുന്നതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർഷ്ലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവന്നാസിയോസും അത്തനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോരിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനുന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെ വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീർഗീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് ബൃദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ഷെമോൻ ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടി ഇവരുടെ പിമ്പുമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധങ്ങളായ 3 പേഴ്സണോസുകളിലെ സത്യവിശ്വാസമാവുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോട് സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ അരുവികളുടെയും സകലജടങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും ഒരുവിളി തൻ്റെ അടുക്കലേക്ക് എടുത്തോണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്നെ സ്വർഗരാജ്യത്തിൽ ചേർത്തുള്ളവനുമായിട്ട് നാം അപേക്ഷ പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്നാട്ട് പറയണം. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. കർത്താവേ, ഞങ്ങളെ വാങ്ങിപ്പോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ.
ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സദ്വിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നു. നീ ആശ്വസിപ്പിച്ച പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സോടാതെയും അറിവോടും അറിവോടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, നിന്നെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടവുമായി നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായോടും വിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായി മഹത്വപ്പെടുകയും പോഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോ വബുക്കൂല സുബാൻ തലമുറ വരെയും ലോകാലോകം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 296. നീണാൾക്കൂ നീരോ നോൾത്താൻ കോനു നിവ തോന്മാശികായേ പാപത്തിൽ കോനിൽ നിന്നും ഹൃദയം ജോ വാഗീടണമേ. ഭൂതങ്ങൾ തൻലേഖിയോനെ കടലിൽ താഴ്ത്തിയമശികായി ദുഷ്കൃത്യം കൃപയാൽ താഴ്ത്തി പാപത്തെ പോക്കിയിടണം. ദിയാണ് ജവന സത്യവെളി ചമശികായി അതുപോൽ ഏകത്വേ ത്രിത്വവുമായ പിതൃപുത്ര വിശുദ്ധാത്മാവേ സത്യക ദിശാസ്തോത്ര നീ പ്രാർത്ഥനയിൽ ഹാലേലൂയ ഹാലേലൂയ നാദം കേടണമേ ബാരകുമോ കുറിയേലായിസോ
കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബാറക്കിമോർ ജന്മദിനവും വിവാഹ വാർഷികവും ആചരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും വേണ്ടി നമ്മുടെ കർത്താവിനോട് ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു. വീണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും സമാധാനത്തിലും ശാന്തിയിലും അവർ ജീവിക്കുന്നതിന് വേണ്ടിയും പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂളിൽ നിന്നും അവർ കാത്തുകൊള്ളപ്പെടുന്നതിന് വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകുന്നതിന് വേണ്ടിയും എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വലിയവനും ബലവാനുമായ ദൈവമേ, ഈ ദൈവീക നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോട് നീ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, വിശുദ്ധ റൂഹായി ഞങ്ങൾ വന്ദിക്കുന്നു, നിന്റെ കർത്തൃപ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും വിശുദ്ധനുമാവുന്ന ദൈവമാവുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഉത്തമനും കാരുണ്യവാനുമാവുന്ന പിതാവാം ദൈവമേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ നീ ഞങ്ങളെ അർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവൻ്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ അണയ്ക്കപ്പെട്ട വിശുദ്ധങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാരത്തിൻ ചെങ്കോലിൻ കീഴിൽ സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ചുരിയുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തഹവേ തൈബുസോറഹമേ, വിശുദ്ധിയുള്ളതും മാറ്റമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭവും അനാദ്യന്തവും വന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബാറക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ
വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഗൃഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. പിതാവിനും പുത്രനും ജീവനുള്ള വിഷ്ണുവായിരിക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കി ദഹിക്കുന്ന ജീവനുള്ള ഏകവിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആയുഷ്കാലേ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജി സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും മുറിയോറാകിന്മേലു ആധാരേ. നിന്നാൽ സ്തുതിയോട് രാജമകൾ ഹാലേ ലുയ്യായോ ഹാലേ ലൂയ്യാ നിൻവലമായി രാജഭാമിനിയും മോഹിപ്പാൻ ജനമൂർക്കായും പാറയ്ക്കുമോ പുകഴ്ച ഭാജനമേ ോരേകസുതൻ തൃക്കരങ്ങളിൽ അലിവാതൻ പക്കലപേക്ഷയടേണം സൗമൻ ഗാലസ്കുറിയിലായിസോ മറിയാമിൻ സ്മരണം വരരായകമാകൽ പ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട ബാരക്കുമോ ശുഭഹോലാബോലെ ബറോൽ റോഹോ കാദീശോ ദൈവപ്രസവേത്രീ കന്യകമറിയാമേ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹേ മേലൈനു ആദാരേ. നിർത്തിയിടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള തനയെ ഞങ്ങളിലാതക തോന്നിടാൻ ഏകാത്മജനോട് ദൈവാൻ ബന പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ വളരും അവൻ ലബനോൻ കാരകൾ രക്ഷിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാധിക്കുമോ ശുഭഹോലാബോലെ ബ്രോവൽ റൂഹോ കാദീശോ ഒരുപോലെങ്ങും മാർത്തോമാസ്ലേഹ ഉദഗണമേതിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീശോർഗായ് സ്തോമൻകാലസ്കുറിയിലായിസോ ലോകർക്കുപകാരം ചൊരിയുന്ന മഹാനീതിയാകും വാണിജ്യവീര
സ്വീകൃതനേ ശ്ലോമോ രോഗങ്ങളെ ആറ്റി ദുഷ്ടാത്മാക്കളെ നീക്കണമേ നിൻ പ്രാർത്ഥനയാൽ കൃപ നേടട്ടെ ഞങ്ങൾ പാർക്കുമോ സത്യോദ്യോഗസ്ഥ നീതി തികച്ചിയ വാഗ്ദത്തം ചെയ്തൊരു നിത്യ ജീവിതമാർജിപ്പാൻ നിർനിദ്രം നോമ്പും പ്രാർത്ഥനയും പീഡയുമേറ്റ മോർ ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ സൽഗുണനിധിയേ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാഥന്റെ ശമവും ശാന്തിയും അമരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നീക്ക് തന്നെ ആമീൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ നോമ്പിൻ്റെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശു തമ്പുരാൻ സംഘാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂനിയായ 18 വത്സരമായി കൂനിയായ ഒരു സ്ത്രീയെ കണ്ട് അവളെ അടുത്ത് വിളിച്ച് ആ സ്ത്രീക്ക് സൗഖ്യം നൽകുന്ന അനുഭവമാണ് നാം വായിച്ചു കേട്ടത്. പ്രത്യേകാൽ കഴിഞ്ഞ നാളുകളിലൊക്കെ നാം വായിച്ചു കേട്ടത് ഒരു പക്ഷെങ്കിൽ രോഗിയായിരിക്കുന്ന ആളിൻ്റെ നിലവിളിയുടെ മുമ്പിൽ മനസ്സലിയുന്ന കർത്താവിനെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടു. അതോടൊപ്പം തൻ്റെ മകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച ഒരമ്മയുടെ ജീവിതവും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിന്ന് കണ്ടു. തൻ്റെ സുഹൃത്തുക്കളും സ്നേഹിതരും പ്രിയപ്പെട്ടവരുമായവരുടെ ആഗ്രഹവും വിശ്വാസവും കണ്ട് പക്ഷവാത രോഗിയെ സൗഖ്യമാക്കുന്നതും കണ്ടു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കർത്താവിൻ്റെ അടുക്കൽ നേരിട്ട് വരാതെ കർത്താവ് 18 വത്സരക്കാലമായി കൂനിയായൊരു സ്ത്രീയെ അടുത്തു വിളിച്ച് അവളുടെ മേൽ കൈവച്ച് അവളെ സൗഖ്യമാക്കിയതാണ് നമ്മൾ വായിച്ചത്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിലവിളിച്ചില്ല എന്ന് പറയുമ്പം അവൾ അവളുടെ രോഗത്തിനു വേണ്ടി ഒരിക്കലും പ്രാർത്ഥിച്ചില്ല എന്ന അർത്ഥത്തിലല്ല. ഈ 18 വത്സരം കൂനിൻ്റെ അനുഭവത്തിൽ, ശാരീരികമായ ക്ലേശത്തിൻ്റെ അനുഭവത്തിലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്ന ആ സ്ത്രീയെ കർത്താവ് കണ്ടു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഈ 18 വത്സരക്കാലം അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഇന്ന് നാം വായിച്ചു കേട്ടത്. ഇനിയും പാടുന്ന ഹൂത്തോമയിൽ പാടും, കൂനുള്ളവർക്ക് ഉയരത്തിലേക്ക് നോക്കാൻ, പരനെ നോക്കാൻ പാടാം. ശാരീരികമായ കാര്യമാണ് പറയുന്നത്. അവൾക്ക് ഉയരത്തിലേക്ക് നോക്കാൻ പാടാം. അതേപോലെയാണ് പാപത്തിൻ്റെ കൂനുള്ളവർക്ക് ദൈവത്തെ കാണാൻ പാടാണ് എന്ന് പാടിയാണ് ഈ ഹൂത്തോമ അവസാനിക്കാൻ പോകുന്നത്. ശാരീരികമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിരന്തരമായ പ്രാർത്ഥനകൾ ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന് ഹിതമാകുമ്പോൾ അവയൊക്കെ സൗഖ്യത്തിൻ്റെ അനുഭവം നമ്മൾ നേടുകയും ചെയ്യും. എന്നാൽ പാപത്താൽ കൂന് വന്ന തനുവിൻ്റെ ആത്മാവിൻ്റെ അനുഭവങ്ങളെ
ദൈവസന്നിധിയിലേക്ക് നോക്കുവാൻ തക്കവണ്ണം നിവർന്നു നിൽക്കേണ്ട കാലമാണ് ഈ നോമ്പുകാലം. വിശുദ്ധമായ കുമ്പസാരം, നോമ്പ്, ഉപവാസം, ആത്മീയമായ കൂടിവരവുകളൊക്കെ പാപത്തിൻ്റെ കൂന് കുറയ്ക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന സൗഖ്യത്തിൻ്റെ അനുഭവമാണ്. ഇവിടെ എനിക്ക് 2-3 ചിന്തകൾ കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഇവള് സൗഖ്യം പ്രാപിച്ചത് ഒരു ശാബത് ദിവസം. അതായിരുന്നു അവിടെ കൂടിയിരുന്നവർ കർത്താവിൽ കണ്ട കുറ്റം. ശാബത് എന്ന് പറഞ്ഞാൽ പഴയ നിയമ പശ്ചാത്തലത്തിൽ കർത്താവിൻ്റെ കാലഘട്ടത്തിലും ഏത് ദിവസമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഏത് ദിവസമായി ശാബത്? 7-ാം ദിവസം. ആ ശാബത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് നമുക്കറിയാം. യഹോവയായ ദൈവം ഓരോ ദിവസവും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, പക്ഷിമൃഗാദികളെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. എല്ലാം നല്ലതെന്ന് കണ്ടു. 7-ാം ദിവസം അവൻ സ്വസ്ഥമായിട്ട് വിശ്രമിച്ചു. ആ 7-ാം ദിവസത്തെയാണ് ശാബതായി പഴയ നിയമകാലം കൊണ്ടിരുന്നു. അന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി, സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടി മാത്രം, ദൈവസന്നിധിയിൽ നന്ദിയോടെ ഇരിക്കാൻ വേണ്ടി വേർതിരിച്ച ഒരു ദിവസം. ആ ദിവസത്തിലാണ് സംഘാലയത്തിൽ വെച്ച് ഈ സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നത്. അപ്പോൾ ചുറ്റിനും ഇരുന്ന പരീശന്മാരും പുറമെയുള്ള ആത്മീയതയുടെ കപട വസ്ത്രം ധരിച്ചവരും ഒക്കെ അവരുടെ ഉള്ളിലെ നീതിബോധം ഉയർത്തെഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, വേറെ 6 ദിവസമുണ്ടല്ലോ നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ, വന്ന് സൗഖ്യം പ്രാപിച്ചൂടെ? എന്തിന് ശാബത്തിൽ വന്ന് സൗഖ്യം പ്രാപിക്കാം? കർത്താവ് നിസ്സാരമായിട്ട് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. നിങ്ങളുടെ കാളയോ കഴുതയോ ഈ ശാബത്ത് ദിവസം നിങ്ങൾ തൊഴുത്തിൽ നിന്ന് ഇറത്തിക്കൊണ്ടുപോയി അതിനെ കുടിക്കാൻ കാടി കൊടുക്കാറില്ലേ? അതൊന്ന് കുഴിയിൽ വീണാൽ നിങ്ങൾ വലിച്ചു കയറ്റാറില്ലേ? എന്നിട്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അബ്രഹാമിൻ്റെ സന്തതിയും ആകൽക്കറുസായാൽ 18 വത്സരമായി ബന്ധിതയായിരുന്നവളുമായ ഇവളെ, ഒരുപക്ഷെങ്കിൽ ഇതിന് സമാനമായൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കർത്താവ് സക്കായിയുടെ ഭവനത്തിൽ വന്ന്, പ്രത്യേകിച്ച് ഭവന കൂദാശയിൽ വായിക്കുന്ന ഏവെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സക്കായിയുടെ ഭവനത്തിൽ വന്ന് സക്കായിയോടുകൂടി പാർക്കുമ്പോൾ സക്കായിക്ക് ഉള്ളുകൊണ്ടുള്ള ഒരു വലിയ തീരുമാനം ഉണ്ടായിരുന്നു. എന്താ? ഞാൻ ആരുടെയെങ്കിലും അപഹരിച്ചിട്ടുള്ളത് 1-ന് 4 വീതം തിരിച്ചു കൊടുക്കാം. എൻ്റെ വസ്തുവകളിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുത്തേക്കാം. കർത്താവ് കൂടെ വന്നപ്പോൾ അവൻ്റെ തിരിച്ചറിവാണ്. കർത്താവ് പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇവനും അബ്രഹാമിൻ്റെ പുത്രനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഈ ഏവെങ്കിലുമാണ് ഭവന കൂദാശിക്ക് വായിക്കുന്നത്. അവിടെ സക്കായിയോട് പറഞ്ഞതും ഇതാണ്, ഇവൻ അബ്രഹാമിൻ്റെ പുത്രനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ഇവിടെയും കർത്താവ് പറയാണ്, അബ്രഹാമിൻ്റെ സന്തതിയും 18 വത്സരമായി പൈശാചികമായ വലിയ രോഗത്തിൻ്റെ പിടിയിലായിരുന്നവളുമായ ഇവളെ സൗഖ്യം കൊടുത്തതാണോ കുഴപ്പം എന്ന് ചോദിക്കുക. ഈ അബ്രഹാമിൻ്റെ സന്തതി, അബ്രഹാമിൻ്റെ പുത്രൻ എന്നൊക്കെ പറയുമ്പം അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. പ്രത്യേകാൽ വിശ്വാസികളുടെ പിതാവ് എന്നാണല്ലോ അബ്രഹാമിനെ വിളിക്കുന്നത്. ഈ 18 വത്സരവും ആരോടും പരിഭവപ്പെടാതെ, ആരോടും പരാതി പറയാതെ, ദൈവത്തോട് പിറുപിറുക്കാതെ വീണ്ടും പ്രാർത്ഥിക്കാൻ വന്നവളെ ദൈവം ഉപേക്ഷിക്കാതിരിക്കുന്ന അനുഭവമാണ് ഇന്ന് ഈ വേദഭാഗത്തിൽ കൂടി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ അബ്രഹാമിൻ്റെ സന്തതികളായി നിലനിൽക്കുവാൻ, ദൈവത്തിൻ്റെ വലിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും കൃപകളും ദൈവത്തോട്
അപേക്ഷിച്ച് സ്വീകരണത്താൽ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കി മാറ്റാനും ഈ നോമ്പ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും. ചാർത്തും നേരിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലുയ്യ ഹാലേ ലുയ്യ. നിന്നഭിഷക്തമുഖം തിരുപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം. നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാനുപദേശിച്ചിടുമീ സാക്ഷിയെയും പാറയ്ക്കുമോ. ബഹുല ബോലെ ബറുവൽ റൂഹോ കാദീശോ. ശുചിയോട് ശുദ്ധ്യാബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുധ്യാന ദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം. സൗമൻ ഗാലുസ്കുരിയിലായിസോ. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യ സൃഷ്ടിയായി മൺമയനുദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നീടും. അതു കാണാനുള്ള സൂക്ഷിച്ചും കൊണ്ടേ മണ്ണിലുയർച്ചയിലാശ്ചര്യം മാറയ്ക്കുമോ. ബഹുല ബോലെ ബറുവൽ റൂഹോ കാദീശോ. ആദ്യാചാര്യത്വം കൈക്കൊണ്ടവരോൻ മോശയോടൊന്നിച്ച് സ്കറിയായി കരു നൽകി മൂശ കർത്താവീനം കർത്താതൻ ശ്ലീഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്കേകി ശ്ലീഹന്മാർ മുറിയോറായിന്മേലൈനു ആധാരായി മുടികൾ മുടഞ്ഞവ നിരനിരയായി ബലിപീഠത്തിലിരിപ്പുണ്ട്. നിർമ്മലരായി പരികർമ്മിപ്പോ രാജാര്യർക്കവ ചൂടിയിടും. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരരുടെ നാളുകളോ ഹാലേലൂയ. പൂക്കുന്നതു വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ. ശരണതാലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവാസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സ്തൗമൻ ഗാലസ്കുറിയിലായിസോ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചോം വിലേറും രക്തക്കാസ പാനം ചെയ്തും മൃതരായോരീ നാശം നീക്കി ജീവിപ്പിച്ചണിയണം. നിന്നെ നോക്കും നവരിൽ കാന്തി പാർക്കുമോ. ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു. നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടേ
ടങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു. മുറിയോറാഹിന്മേലൈനു ആധാരായി മനമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടിടേണം. ബാറയ്ക്കുമോർ എൻ്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ നിന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എൻ്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എൻ്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എൻ്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. ലോകങ്ങൾക്കുടയവനായ തമ്പുരാനേ, രോഗവും ഇവരുടെ ശവവുമിതിനാൽ മോചിക്കണമേ. മയന്മാരെ നോക്കിൽ വിറച്ചിടുന്നു. അവനെ മേശയിലപ്പം വീഞ്ഞായി നീ കാണുന്നു. ആരേ മിന്നലെടുത്തോർ നോക്കുകിലെരിയുന്നുടനെ. അവനീ മൺമയർ ഭക്ഷിച്ചു മുഖം തെളിയുന്നേറ്റം. താൻ കണ്ടിവ നമ്മോടു സാക്ഷിക്കുന്നു. ദൈവത്വത്തിൻ മടിയിലിരെ പുരഹസ്യങ്ങളിവാ ഏവം മേശയിൽ ആദാമ്യർക്കായി ഭാഗിക്കുന്നു. കൃപേമായി മിശിഹാ തമ്പുരാന്റെ തിരുശരീര രക്തങ്ങളാവുന്ന പാപപരിഹാരപ്രദമായി തീക്കട്ടാം. രണ്ട് ലോകങ്ങളിലും നിത്യമായി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ക്രൂബേന്മാരുടെ തേരതുപോലെ സ്ഥിരമേ മദ്ബഹ സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട് ദൈവസുതൻ തിരുമേനിയതല്ലോ മേശയിൽ ഇവിടെ കൈകളിലാതാ മക്കളെടുത്ത ഘോഷിക്കുന്നു. പട്ടുധരിച്ചവനൊപ്പം നിന്നിക വേണ്ട നോർക്കായി പട്ടക്കാരെ മാണിക്യങ്ങളെ വിതറിയിടുന്നു. വാനവരിടയിൽ അസൂയാദോഷം പാടുണ്ടെങ്കിൽ മാനുഷസുതരോ ക്രോബേന്മാർക്കുണ്ടതുനൂനം. കുരിശിപ്പാനായി സുതനീ സെഹിയോൻ നാട്ടിമരത്തെ കുഞ്ഞാടതിനി ജനിപ്പിച്ചൊരു മരമുണ്ടായവിടെ. എവിടെ പുത്രൻ കൈകളിലാണി തറയ്ക്കപ്പെട്ടു. ഇസഹാക്കിൻ്റെ കെട്ടുകളെ ഛേദിച്ചതും അവിടെ.
തന്നെ ജമാനേൻ തൻ ദിവ്യരഹസ്യങ്ങളെയും താൻ കൈക്കൊണ്ട് വലങ്കയ്യാലെ ജീവനദായി പങ്കിട്ടെല്ലാവർക്കായിട്ടും നൽകിയിടും പട്ടക്കാര വന്നിടുക സമാധാനത്താലെ അമലമതാം ധൂപത്തിൻ കലശത്തെ കൈക്കൊണ്ട് അതിലൂടെ നല്ലൊരു സൗരഭ്യത്തെ ധൂപിപ്പിച്ച് അതിനാലങ്ങനെ ലോകത്തെ ആനന്ദിപ്പിക്കും പട്ടക്കാര വന്നിടുക സമാധാനത്താലി വാത്സല്യത്താൽ പരിശുദ്ധ ഭൂമിയതിങ്കൽ തന്നാലൊരുവൻ കെട്ടപ്പെട്ടാൽ ആ മനുജൻ വീണുലകം തന്നിൽ കർത്താവാലും കെട്ടപ്പെട്ടവനാമേ നുള്ളൊരു പട്ടക്കാരാ വന്നിടുക സമാധാനത്താലെ കുറിയേലായിസോൻ ഉണ്ടാകട്ടെ സ്തുതി കർത്താവിനെ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ തൻ കൃപയെന്നും പുണ്യമെനിക്കും ഉണ്ടാകട്ടെ മാർയാക്കോബാം മൽപാന്തൻ്റെ ഓർമ്മയതും നന്നുണ്ടാകട്ടെ എല്ലായ്പ്പോഴും തന്നെ ജമാനേൻ തൻ ദിവ്യരഹസ്യങ്ങളെയേവം താൻ കൈക്കൊണ്ട് വലങ്കയ്യാലെ ജീവനതായി പങ്കിട്ടെല്ലാവർക്കായിട്ടും നൽകിടും പട്ടക്കാര വന്നിടുക സമാധാനത്താലെ അമലമതാം ധൂപത്തിൻ കലശത്തെ കൈക്കൊണ്ട് അതിനൂടെ നല്ലൊരു സൗരഭ്യത്തെ ധൂപിപ്പിച്ച് അതിനാലങ്ങനെ ലോകത്തെ ആനന്ദിപ്പിക്കും പട്ടക്കാര വന്നിടുക സമാധാനത്താൽ നാം
മട്ടലസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായി ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തിൽ നിന്റെ അദൃശ്യമായ വലത്ത് നീട്ടി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിഹാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും ഈ വിശുദ്ധ നാൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചവരും സംബന്ധിക്കാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമീൻ. സ്തുതിദേവത്തെ ഉയരത്തിൽ തൻവാദാവിൻ മുന്നതിയും മഹിമാമുടി സഹദീന്മാർക്കും മൃദരിൽ ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർതന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങളാവുന്ന ഈ ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അവകൂല സുബാൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറിക്കുമ്പോൾ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിൻ്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം
തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയായി അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിനുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിനുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും വിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കൂല സുബാൻ ലവന്മേ രോഗം തനുവിനു കൂനും ക്ഷീണവുമുളവാക്കുമ്പോൾ പാപവ്യാധികളാത്മാവിനും കൂനുണ്ടാക്കും. കുനനു മുകളിൽ ദൃഷ്ടി പതിപ്പാൻ പാടാണതുപോൽ കുനുമെഴുമാത്മാവിന്നും ബരനെ കാണാൻ വിഷമം. സംഘാലയമതിൽ വാനവവൈദ്യൻ സാദരമേറെ കണ്ടാൽ കൂനിയെ നാഥൻ സൂക്ഷിച്ചിലും കണ്ടാൽ യാചന കൂട തൻപാലവളുടെ കുനുനിവർത്തേ അതുപോലെങ്ങടെ പാപക്കൂനും പോക്കുക പരനേ. യെരൂശലേം യെരിഹോ യാത്ര മധ്യേ മാർഗത്തിൽ നിർദ്ദയമായനെ മർദ്ദിച്ചു കഷ്ടം മോഷ്ടാക്കൾ കണ്ട പ്രാഹ മിണ്ടാതെ പോയി മൂശായും പോയി മുറിവുകൾ കേട്ടാതെ മോറാനാഗതനായവനെ താങ്ങി എണീപ്പിച്ചു രക്തശരീരങ്ങൾ നൽകി രക്ഷിച്ചോനാഥ ഹല്ലേലൂയ സ്തുതിയെന്നവനാർത്തു. സെലൂൻ ബസ്ലോമാഹായിൻ അബിബായ്, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടി പരിശുദ്ധവും മഹനീയമാവുന്ന വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിജയസ്ലേബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നമ്മുടെ കടങ്ങളെ ക്ഷമിക്കും, തെറ്റുകളെ പോകും, വിശ്വാസികളായി നമ്മുടെ വാങ്ങിപ്പോയവരെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസനാവും. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും കരുണയും പ്രാപിപ്പാനായിട്ട് തന്നെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലെ പോരും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. കർത്താവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.